ഏത് പെണ്ണിനെ കണ്ടാലും എന്തിനൊക്കെ നോക്കിക്കണ്? സൗന്ദര്യമുള്ളതിനെ നോക്കിക്കണേന് എന്താ കുഴപ്പം? ഇപ്പൊ താജ്മഹൽ പൂക്കൾ ഇതൊക്കെ കാണുമ്പോ നമ്മള് നോക്കിക്കൂലേ? അതിന് അതുപോലെ തന്നെ സൗന്ദര്യമുള്ള പെണ്ണിനെ കണ്ടാൽ ഏതാളും ഒന്ന് നോക്കും. ഇന്നാരും നോക്കണില്ലല്ലോ. സൗന്ദര്യമുള്ളതിനെന്ന് ഞാൻ പറഞ്ഞ എന്തുവാ വാഴ പത്രത്തിൽ? ഒരുപാട് ഗുണങ്ങളുള്ള എന്നെ വാഴയെന്നോ? ഒരുപാട് ഗുണമുണ്ടെങ്കിൽ നാളെ തൊട്ട് കറ്റാർ വാഴയെന്ന് വിളിക്കാം. ശരി, ഏത്ത വാഴ. ആ, കിട്ടി. സുന്ദരിയായ യുവതി, 18 വയസ്സുള്ള മകനുണ്ട്. ഇത് മതി, ഇത് മതി. ഇതോ? ഇതാകുമ്പോ അവന് 18 വയസ്സുണ്ടല്ലോ. 2 വർഷം കഴിയുമ്പോ അവൻ ജോലിക്ക് പോയിക്കോളും. ഞാൻ സേഫ്. കല്യാണത്തിന് മുമ്പേ നമ്മള് ഫോൺ വിളിക്കുമ്പോഴേ ഇക്കൊരു പാട്ട് പാടി തരാറില്ലേ? എന്തിനപ്പത്? നിങ്ങക്കത് ഓർമ്മയുണ്ടാ? കരളെ നീ വരാൻ കനവും കണ്ടു ഞാൻ കടവിൽ നീക്ക, ഇതല്ലേ? ആ, മറക്കാൻ പറ്റൂ? അങ്ങനെയാണെങ്കിലേ ഇപ്പൊ നിങ്ങൾ ഏത് പാട്ടാ പാടുക? അത് തിരിച്ചു പോകൂ, ഒന്ന് പോകൂ. ഇക്ക, ചായക്ക് എന്തോരം മധുരം ഇടണം? 2 ടീസ്പൂൺ ഇട്ടാ മതിയാ? കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര വർഷമായി, എന്നിട്ട് എനിക്ക് എത്ര മധുരം വേണമെന്ന് എനിക്കറിയില്ലല്ലേ? എത്ര വർഷായി? പറ, എത്ര വർഷായി? ഇനി അത് പറയാണ്ട് നിങ്ങക്ക് ഇവിടുന്ന് ചായ ഇല്ല. ഇക്ക, നിങ്ങളൊരു കാര്യം അറിഞ്ഞ? എന്തുട്ടാ? നമ്മുടെ ചേർപ്പിലുള്ള മീശക്കാരൻ പാപ്പില്ലേ, ആള് കല്യാണം കഴിക്കാൻ പോവാന്ന്. കെട്ടടി, നല്ല കാര്യല്ലേ? കെട്ടട്ടെ. നിങ്ങൾ എന്തുട്ടാ പറയണ്? ഉപ്പാപ്പാക്ക് 85 വയസ്സാ, കല്യാണം കഴിക്കില്ല പ്രായ? 85 വയസ്സെന്ന് പറഞ്ഞാലേ കെട്ടാൻ പറ്റിയ ഏറ്റവും നല്ല പ്രായ. അല്ല, അതെന്താ നിങ്ങൾ അങ്ങനെ പറയണ്? ഇടി, അതാവുമ്പോ ഒരു 5 വർഷം സഹിച്ചാ പോരെ. ഇവിടെ മനുഷ്യ 10-20 വർഷമായിട്ട് പേടാപാട് വിട്ടുകൊണ്ടിരിക്കുക. നിന്റെ വാപ്പ കാണിക്കുന്നത് ഞാൻ തെണ്ടി തരാട്ടാ. താഴെയുള്ള 2 മരുമക്കളെയും പെരുന്നാളിന് വിളിച്ചല്ലോ, എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല ആ മനുഷ്യൻ. കഴിഞ്ഞ പെരുന്നാളിന് വന്നതാ, ഇതുവരെയായിട്ട് തിരിച്ചു പോയിട്ടില്ല. മിണ്ടാണ്ട് വായർച്ചോടിയിരുന്നോ? പഠിച്ചോനെ, ഈ യുദ്ധം വെടിവെപ്പൊക്കെ എന്ന് തീരും? യുദ്ധം ചെയ്യണ മനുഷ്യന്മാർ തലയിൽ ഇടിച്ചു വീണം, എന്നിട്ട് ഇടിയും വെട്ടിയിട്ട് പാമ്പ് കടിച്ചിട്ട് ടിപ്പർ ലോറി ഇടിച്ച് ചാവണോ പണ്ടാരങ്ങള്?